രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് തനിക്കുണ്ടായത് വലിയ മാനനഷ്ടമെന്നും BNS 84 പ്രകാരം കേസെടുക്കണമെന്നും ഭർത്താവ് പോലീസിൽ പരാതി നൽകി. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചുവെന്നും പരാതി നൽകി. DGPക്കാണ് പരാതി നൽകിയത്. വിവരങ്ങൾ അരുൺ ആലത്തൂരുണ്ട്. അരുൺ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആദ്യ ഭർത്താവിന്റെ പരാതി? പ്രധാനമായിട്ടും പരാതിയിൽ പറയുന്നത് തൻ്റെ കുടുംബജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തു എന്നുള്ളതാണ്. താൻ ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ യുവതിയെ ആദ്യം പരിചയപ്പെട്ട് പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുന്നത്. രണ്ട് കുടുംബങ്ങളും അറിഞ്ഞുകൊണ്ട് ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. ആ വിവാഹത്തിന് ശേഷം പിന്നീട് താൻ തൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ പെൺകുട്ടി താമസിക്കുന്ന ആ ഒരു ജില്ലയിൽ നിന്നും തൻ്റെ ജില്ലയിലേക്ക് മാറും, വല്ലപ്പോഴും ആ ജില്ലയിലേക്ക് പോവുകയും ചെയ്യും. ഇതായിരുന്നു താൻ ചെയ്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുമായിട്ട് തൻ്റെ അസാന്നിധ്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വഴിവിട്ട ബന്ധം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ വഴിവിട്ട ബന്ധത്തിലൂടെ ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് അതിനുശേഷം ആ പെൺകുട്ടിയെ തൻ്റെ ഒരു കുഞ്ഞ് ഈ പെൺകുട്ടിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് അതേ പെൺകുട്ടിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇതിൽ തനിക്കുണ്ടായ പ്രശ്നം എന്നുള്ളത് രാഹുൽ ഇടയ്ക്ക് വെച്ച് ആ പെൺകുട്ടിയിൽ ഉണ്ടാവുന്ന കുഞ്ഞ് ആ പെൺകുട്ടി ഗർഭം ധരിച്ചപ്പോൾ അത് തൻ്റേതാണെന്ന് ഉൾപ്പെടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു ആസൂത്രിത ഗൂഢാലോചനയും മറ്റുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടായി എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മുൻ ഭർത്താവ് ഇത്തരത്തിൽ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതായത് ഈ പെൺകുട്ടി താനുമായിട്ടുള്ള വിവാഹ ബന്ധം എന്നുള്ളത് കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബന്ധത്തിന് ശേഷം പിന്നീട് തങ്ങൾക്കിടയിൽ പല സൗന്ദര്യ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയായിരുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് ഒരു വഴിവിട്ട ബന്ധം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി സ്ഥാപിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതേ കുഞ്ഞിന് പിന്നീട് ഗർഭചിത്രം ചെയ്യണമെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഈ യുവാവിൻ്റെ മേലെ ഇതിൻ്റെ എല്ലാം പഴി ചാരി വെക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ പിതൃത്വം പോലും ഈ യുവാവിൻ്റെ മേലിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതുമൂലം തനിക്ക് വലിയ രീതിയിലുള്ള മാനഹാനി സംഭവിച്ചു. തൻ്റെ ഐഡൻറ്റിറ്റി വരെ നവമാധ്യമങ്ങളിലൂടെ രാഹുലും കോൺഗ്രസ്സുകാരും വെളിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായിട്ട് പലയിടത്തും തൻ്റെ വിവാഹ ചിത്രങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും വലിയ രീതിയിൽ മാനഹാനിയും അതുപോലെ തന്നെ വലിയ പ്രയാസം തങ്ങൾ നേരിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ബോധപൂർവമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ നടപടി വേണം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. DGPക്കാണ് ഇത്തരത്തിലൊരു പരാതി ഈ യുവാവ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. രാഹുലിനെതിരെ ആദ്യ പരാതിക്കാരുടെ ഭർത്താവ് തനിക്കുണ്ടായത് വലിയ മാനനഷ്ടമെന്ന് ചൂണ്ടിക്കാട്ടി DGPക്ക് പരാതി നൽകിയെന്ന വാർത്തയാണ് അരുൺ ആലത്തൂർ നൽകിയത്.